ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഞാൻ ഏകദേശം 2 ആഴ്ച മുമ്പ് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി ഇരുന്ന് തന്നെയാണ് ചെയ്തത്. ഇതെൻ്റെ ഫോർഡ് ഫിഗോ ആണ്, സെക്കൻഡ് ജെൻ മോഡൽ. എന്തായാലും ആ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് ഫോർഡ് അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റ്, ചെന്നൈയിലുള്ള പ്ലാന്റ് വിൽക്കുന്ന പ്ലാൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു സംഭവമായിരുന്നു. ആദ്യമേ അവരവരുടെ ഗുജറാത്തിലെ സാനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വലിയ പ്ലാന്റ്, അതൊരു വളരെ ഗംഭീര പ്ലാന്റ് ആയിരുന്നു. അതവർ ടാറ്റ മോട്ടോഴ്സിന് വിറ്റായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ 4-5 കമ്പനികൾ, അതായത് നമ്മുടെ മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് പിന്നെയും പോയായിരുന്നു സാനന്ദിലെ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞ്. അതുപോലെ വിൻഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു തായ്വാൻ 2 വീലർ കമ്പനി ഉണ്ട്, ഇലക്ട്രിക് വണ്ടികൾ മാനുഫാക്ചർ ചെയ്യുന്ന, അവർ പോയി. പിന്നെ നമ്മുടെ JSW ഗ്രൂപ്പ് പോയി. അവരാണ് ഈ അടുത്ത് MGയുടെ കുറച്ച് സ്റ്റേക്ക് ഇന്ത്യയിൽ വാങ്ങിയത്. എന്തായാലും അതിനൊക്കെ വേണ്ടി പ്രൊഡക്ഷൻ പ്ലാന്റ് ചോദിച്ച് പോയെങ്കിലും ഫോർഡ് കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അവർ ലാസ്റ്റ് JSW ഗ്രൂപ്പിന് കൊടുക്കുന്നതിനെ പറ്റി അവർ എൻ്റെ പേര് എത്തിയതാണ്. പക്ഷേ പിന്നെ അവർ ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്തു. ഇതാണ് ആദ്യം വന്ന ന്യൂസ്. പക്ഷേ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തെ പുതിയ എൻഡെവർ, അതായത് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ കൂടുതലും മിക്ക സ്ഥലങ്ങളിൽ എവറസ്റ്റ് എന്ന് പറഞ്ഞ പേരിലാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ എന്തോ പേറ്റൻറ്റ് ഇഷ്യൂ, ട്രേഡ് മാർക്ക് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു. എവറസ്റ്റ് എന്ന് പറഞ്ഞ പേര് അവർക്ക് ഇവിടെ ട്രേഡ് മാർക്ക് ചെയ്യാനായിട്ട്. എന്തായാലും ആദ്യം എൻഡെവറാണ് നമുക്കിവിടെ കിട്ടിയത്. നമുക്ക് Gen 1 മോഡൽ, Gen 2 മോഡൽ, അങ്ങനെ 2 ജനറേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ എൻ്റെ മുന്നത്ത്, അതായത് 2022-ലാണ് ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ ഗ്ലോബലി അവർ ഇറക്കിയത്. ആ വണ്ടിയുടെ പേറ്റൻറ്റ്, അതായത് ഡിസൈൻ, അവരിവിടെ പേറ്റൻറ്റ് ചെയ്ത് ഒഫീഷ്യലി ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനി വേറെ ആർക്കും അതിവിടെ ചെയ്യാൻ പറ്റില്ല. അതായത് ആ സംഭവം അവരോട് ഫയൽ ചെയ്തു. ഒരു പേറ്റൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. അത് കുറേ കമ്പനികൾ ചുമ്മാ ഇങ്ങനെ പേറ്റൻറ്റ് ചെയ്ത് കൂട്ടുന്നതാണ്, കുറേ ട്രേഡ് മാർക്കുകളും വരാറുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഈ പേറ്റൻറ്റ് മാത്രമായിരുന്നെങ്കിൽ പിന്നെയും ഒരു ചാൻസ് ആയിട്ട് പറയായിരുന്നു. പക്ഷേ ഫോർഡ് അവരുടെ ചെന്നൈയിലുള്ള പ്ലാന്റിൽ 4 പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഒന്ന് സീനിയർ എഞ്ചിനീയർ PD, ബോഡി എക്സ്റ്റീരിയർ, അങ്ങനത്തെ, അതായത് എക്സ്റ്റീരിയർ ബോഡി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. പിന്നെ നമ്മുടെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ്റഗ്രേഷൻ ആർക്കിടെക്ട് മാനേജർ, അങ്ങനത്തെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ AEM ഓതർ ഓർ ഡെവലപ്പർ, അങ്ങനെ 4 പോസ്റ്റുകളായിട്ടാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കമ്പനി ഒന്നും കാണാണ്ട് 4 പുതിയ പോസ്റ്റുകളൊന്നും അവരിപ്പം വണ്ടികൾ പോലും പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഓക്കെ, വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം വണ്ടികൾ അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. വളരെ കുറച്ച് വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു വർഷം 10,000, 15,000 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. അത് അവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ പ്രൊഡക്ഷനും അവിടെ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഇന്ത്യയിലെ വണ്ടികളുടെയൊക്കെ എഞ്ചിൻസിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ ഇപ്പോഴും കിട്ടും. അതിന് വേണ്ടിയാണ് അവരിപ്പോഴും എഞ്ചിൻ പ്രൊഡക്ഷനും അതുപോലെ അതിൻ്റെ പാർട്സിന്, സ്പെയർ പാർട്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷനും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ സ്പെയർ പാർട്സൊക്കെ എനിക്ക് എപ്പോഴും മിക്കവാറൊക്കെ കിട്ടാറുണ്ട്. ആ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞെന്ന് തോന്നുന്നു. അത് മാത്രമാണ് ബാക്ക് ഓർഡറായിട്ട് കിടക്കുന്നത്. അത് 1 മാസമായിട്ട് ബാക്ക് ഓർഡറായിട്ട് കിടക്കുക. അത് എന്ന് വരും എന്ന് എനിക്കറിയില്ല. കുറേ കാലം ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറയുന്നു. ബാക്കി എനിക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാറ്റാനുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് റാക്കിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ചില്ലറ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡ് മിറർ പെട്ടെന്ന് പോയിരുന്നു, അതും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ബേസിക്കലി നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓട്ടോക്കാരൻ്റെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞുതരാം. 2021 ഈ ഫോർഡ് നിർത്തുന്നതിൻ്റെ ഏകദേശം 1 മാസം മുമ്പ് ഇതുപോലെ തന്നെ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫോർഡ് ഇന്ത്യ വിടാൻ പോവാണ്, അവർക്ക് ഇന്റേണൽ ഇൻഫർമേഷൻ ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് കണ്ട വഴി പെട്ടെന്ന് തന്നെ ഫോർഡിൻ്റെ മീഡിയ ടീമൊക്കെ ചാടി കയറി കുറേ പോസ്റ്റൊക്കെ ഇട്ടു. അതായത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും പിന്നെ കുറേ ക്രിയേറ്റേഴ്സിനൊക്കെ മെയിലൊക്കെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ സ്വന്തം വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക്. അങ്ങനെ അവർ വായിച്ചു, എങ്ങനെ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഫേക്കാണ്, ഞങ്ങൾ അങ്ങനെ വിട്ടുപോകുന്നില്ല, വി ആർ കമ്മിറ്റഡ് ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ തള്ളൊക്കെ ആയിട്ട് അവരൊരു സംഭവം ഇട്ടു. ഈ ഓട്ടോക്കാരൻ ഇത് റിപ്പോർട്ട് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ അവർ എക്സിറ്റ് അടിച്ച് പോവുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മീഡിയ ടീമും അതുപോലെ ഫോർഡിൻ്റെ, ഇതിപ്പം ഫോർഡിൻ്റെ അമേരിക്കൻ വിങ് ആയിരിക്കുമല്ലോ ഇവരുടെ ഓപ്പറേഷൻസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് മീഡിയ ടീം അതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. എന്തായാലും ഇവരിത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോർഡ് ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഏകദേശം അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്ന് ഇവർ തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2025 തിരിച്ചു വരുന്നതാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു, മറ്റന്നാൾ തിരിച്ചു വരും നല്ലതിൻ്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ തെറ്റായിട്ട് എടുക്കരുത്, ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2025 ഫോർഡ് ലോക്കലി ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അതിനാണ് അവർ ചെന്നൈ പ്ലാന്റ് കൊടുക്കാണ്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായി. ഇനിയിപ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടായി പിന്നെ മൊത്തം വിറ്റ് പേർക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സത്യം പറഞ്ഞ് ഇവർ തിരിച്ചു വരികയാണെങ്കിൽ പണ്ടത്തെ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഇനി ഇവർ വണ്ടികൾ ഇറക്കുമ്പോൾ ആൾക്കാരിൽ ഉണ്ടാവാണ്ടൊരു ചാൻസ് ഇല്ല. കാരണം ഒന്ന് നിർത്തിപ്പോയ കമ്പനി അത്
കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏകദേശം നമ്മുടെ പണ്ടത്തെ ഫിയറ്റിൻ്റെ അവസ്ഥ തന്നെ. അതായത് ഫിയറ്റ് ആദ്യം ഇന്ത്യയിൽ വന്നു, പിന്നെ ഒന്ന് പോയി, അത് കഴിഞ്ഞ് പിന്നെയും വന്നു, പിന്നെ ഒന്ന് പോയി, അത് കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് ലാസ്റ്റായിട്ട് ഇതാണ്ട് ഈ അടുത്താണ് പോയത്. ഇനിയിപ്പോൾ പിന്നെയും വരുമെന്ന് ആർക്കും അറിയില്ല. ചിലപ്പം കുറേ കാലം കഴിഞ്ഞ് ഇനി ഇലക്ട്രിക് വണ്ടികൾ കൊണ്ട് പിന്നെയും വരുമായിരിക്കും. അത് ആക്ച്വലി റിപ്പോർട്ടുണ്ടായിരുന്നു ആൽഫ റോമിയോയും അതുപോലെ നമ്മുടെ ഫിയറ്റും ഇന്ത്യയിൽ പിന്നെയും തിരിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി സ്റ്റെല്ലാൻഡസ് ആലോചിക്കുന്നുണ്ടെന്ന്. എനിവേ ഏകദേശം അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഫോർഡിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇനിയും വന്നു കഴിഞ്ഞാൽ പിന്നെയും പോകും എന്നുള്ളൊരു സംശയം തീർച്ചയായും ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. ആൻഡ് ഇവർ വരികയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ആദ്യം എൻഡെവർ കൊണ്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഓക്കെ ബൈ ചാൻസ് നമുക്ക് കുറച്ച് കാലം മീൻസ് ഞാൻ പറഞ്ഞു ഇന്നും നാളെ ഒന്നും അല്ല, ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും എൻഡെവറിൻ്റെ ഒരു ഇമ്പോർട്ടഡ് മോഡൽ, അതായത് CPU കംപ്ലീറ്റ്ലി ബിൽഡപ്പ് യൂണിറ്റ് ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഫോർഡ് പോകുന്നതിന് മുന്നേ അങ്ങനത്തെ സംഭവമാണ് പറഞ്ഞത്. അതായത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും, പക്ഷെ അതവർ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യമായിരുന്നു പറഞ്ഞത്. ഈ ഫുള്ളി ഫ്ലെഷ്ഡ് നമ്മുടെ പുതിയ ജനറേഷൻ എൻഡെവർ കൊണ്ടിരുന്ന കാര്യമല്ലായിരുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെ അവർ മൊത്തത്തിൽ മാറിയെന്ന് തോന്നുന്നു. എനിവേ അവരെങ്ങനെയൊക്കെ ഇറക്കിയാലും ഇപ്പോൾ CPU ആയിട്ട് ഇറക്കുന്നു, ഓക്കെ CKD ആയിട്ട് ഇറക്കിയാലും മതി. ഇവിടെ ലോക്കലി അല്ലാണ്ട് ഏറ്റവും ഇപ്പോൾ 80% 90% ലോക്കലൈസേഷൻ ഒന്നും വെച്ച് ഇവിടെ വണ്ടി ഇറക്കണമെന്നൊന്നുമില്ല. CKD ആയിട്ട് ഇറക്കിയാൽ തന്നെ ഇഷ്ടം പോലെ അവർക്ക് സെയിൽസ് വാങ്ങിക്കൂട്ടാൻ പറ്റും. അതായത് അറ്റ്ലീസ്റ്റ് നമുക്ക് പുതിയ ഫോർച്യൂണറിൻ്റെ ഒരു പ്രൈസ് പോയിന്റിൻ്റെ അടുത്തെങ്കിലും പിടിക്കാൻ പറ്റും. CPU ആയിട്ട് ഇറക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഫോർച്യൂണറിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രൈസ് പിടിക്കുന്നത്. കാരണം പുറത്ത് തന്നെ ഇതിന് ഏകദേശം ഒരു 40-50 ലക്ഷം രൂപയുടെ അടുത്ത് എക്സ്ഷോറും ഉണ്ട് നമ്മൾ ഇന്ത്യൻ പ്രൈസ് വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. അതായത് ഇവിടെ വരുമ്പോഴേക്കും ഈ ഡബിൾ ടാക്സിൻ്റെ സിസ്റ്റവും അവരുടെ പ്രോഫിറ്റും എല്ലാം കൂടെ ചേർത്ത് ഒരു 10-50 ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 90 ലാക്സിന് അടുത്തൊക്കെ കൊണ്ടോട്ട് പോകും. ആ ഒരു പ്രൈസിൽ ഈ വണ്ടി അത്ര ബർത്തായിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നില്ല. പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഫോർച്യൂണർ വാങ്ങിക്കൂട്ടും. കാരണം ഫോർച്യൂണർ ടോപ്പ് എൻഡ് ഇപ്പോഴും 65 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. GR സ്പോർട്ട് ലെജൻഡർ ആണെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് പറയും, 60 ലക്ഷത്തിനടുത്താവും. എനിവേ ഈ വണ്ടി വരുന്ന സമയത്ത് ഫോർച്യൂണറിൻ്റെ പ്രൈസിൻ്റെ അടുത്താണ് വെക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർച്യൂണറിന് പ്രോപ്പറായിട്ടുള്ള ഒരു റൈവൽ ഈ വണ്ടി തന്നെ ആയിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൈവലറി ഒന്നുമില്ല. അതിൻ്റെ കൂടെയുള്ള വണ്ടികളൊക്കെ 100, 150, 50, 200 ഒക്കെ മാക്സിമമാണ് വിൽക്കുന്നത്. ഫോർച്യൂണറോ നേരെ 2500, 3000 ഈ റേഞ്ചിലൊക്കെയാണ് വിൽക്കുന്നത്. എൻഡെവർ വരികയാണെങ്കിൽ 2000, 3000 ഒന്നും വിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. 1000-ന് താഴെ എന്തായാലും അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരുന്നതെങ്കിൽ തന്നെ ഒരു വർഷം 2500 വണ്ടികളുടെ അടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു മാസം നമുക്ക് ഏകദേശം ഒരു 200 വണ്ടികളൊക്കെ വെച്ച് ആവറേജ് ചെയ്യാൻ ചിന്തിക്കാൻ പറ്റുള്ളൂ. CPU ആയിട്ടാണ് വരുന്നതെങ്കിൽ. ലോക്കലി മാനുഫാക്ചർ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ബൈ ദ വേ ഈ വണ്ടി ഓടിക്കുന്നതിനിടയിൽ എൻ്റെ ഫോൺ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് ചെരിഞ്ഞു പോയായിരുന്നു. ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുതായിട്ട് തന്നെ ചെരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചത് ഈ സംഭവം ഇങ്ങനെ തെറ്റിപ്പോയി എന്നുള്ളത്. എനിവേ അത് പോട്ടെ, നമുക്ക് ഈ വണ്ടിയിലേക്ക്, അതായത് ഇനി ഫോർഡ് തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതായത് പണ്ടത്തെ ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഇനിയും ഫോർഡ് വരുമ്പം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫോർഡിൻ്റെ വണ്ടികൾ വാങ്ങാൻ താല്പര്യമുണ്ടോ, ഇതൊക്കെ പറയാം. പിന്നെ എന്തായാലും എവറസ്റ്റ് അവരൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയും ഇഷ്ടംപോലെ വണ്ടികൾ വരും. ഇഷ്ടംപോലെ മീൻസ് റേഞ്ചർ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാം, അതുപോലെ മസ്റ്റാങ് മാക്കി വേണമെങ്കിൽ കൊണ്ടുവരാം. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇക്കോ സ്പോർട്ടും ബഡ്ജറ്റ് റേഞ്ചിൽ ഇനിയിപ്പോൾ അവർ വന്ന് ഒരുപാട് കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കളിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഇലക്ട്രിക് വണ്ടികളൊക്കെ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കൂടുതലും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്രീമിയം റേഞ്ചിൽ പിടിക്കാനായിരിക്കും അവർ നോക്കുന്നത്. കാരണം ബഡ്ജറ്റ് റേഞ്ചിൽ പിടിക്കാൻ അവർ മറ്റേ സാധനത്തിൽ വലിയ പ്ലാന്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവസാനം എല്ലാം കൂടെ നഷ്ടത്തിലായിട്ട് പൂട്ടിക്കെട്ടി പോകേണ്ടി വന്നത്. ഇപ്പോൾ അവരെ സാധനത്തിൽ പ്ലാന്റും വിറ്റ് മറ്റേ എഞ്ചിൻ പ്രൊഡക്ഷനും വണ്ടികളൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ആയപ്പം കമ്പനി പണ്ട് ലോസിൽ കിടന്ന് ഇപ്പോൾ പതുക്കെ ടേൺ ഓവറായി വരുന്നുണ്ട് പ്രോഫിറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അക്കാര്യം വലിയ കുഴപ്പമില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ ഫോർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.